ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചിക്കൻ സ്റ്റൂ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സ്റ്റൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻസിലൊക്കെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണല്ലോ അല്ലേ? എസ്പെഷ്യലി ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ ഫംഗ്ഷൻസിന് ചിക്കൻ സ്റ്റൂ അല്ല മട്ടൺ സ്റ്റൂ എന്നോ അല്ല ബീഫ് സ്റ്റൂ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വിഭവം തന്നെയാണ്. ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവം എന്ന് വേണം പറയാം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ സ്റ്റൂ അല്ലെങ്കിൽ മട്ടൺ സ്റ്റൂ. ബീഫ് സ്റ്റൂ എനിക്ക് അത്ര താല്പര്യമില്ല. ഇന്ന് എൻ്റെ പ്രിപ്പറേഷൻ അല്ല. ഇന്ന് അച്ഛൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ പക്ഷേ വീഡിയോയിൽ സൗണ്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതൊക്കെ ഞാൻ തന്നെയായിരിക്കും. നമ്മുടെ പുതിയൊരു ചാനലാണ് എല്ലാവർക്കും അറിയാം. അപ്പം അച്ഛന് ആദ്യം ഒന്ന് വീഡിയോയിലേക്കൊക്കെ വരാനും അല്ലെങ്കിൽ സൗണ്ടൊക്കെ കൊടുക്കാനായിട്ട് ചെറിയൊരു മടി, ഒരു ചമ്മൽ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. കുറച്ചുകൂടെ കഴിയുമ്പം അച്ഛൻ കൂടെ വീഡിയോയിലൊക്കെ വരും. അപ്പോൾ എന്താണെങ്കിലും പക്ഷേ ഫുൾ പ്രിപ്പറേഷൻ ഇന്ന് അച്ഛൻ്റെ തന്നെയാണ്. 100% അച്ഛൻ്റെ പ്രിപ്പറേഷൻ തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. നേരത്തെ പറഞ്ഞ പുതിയൊരു ചാനലാണ്. എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പം താമസിക്കാതെ തുടങ്ങിയാലോ? നമ്മളിവിടെ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ബാക്കി എന്തൊക്കെ മെയിനായിട്ടുള്ള ചേരുവകൾ വേണമെന്നുള്ളത് നോക്കാം. ഇവിടെ ചെറിയ 2 സവാള നീളത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ. അതുപോലെ 3/4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 50 ഗ്രാം കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്തത് എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് ലാസ്റ്റ് നെയ്യിൽ വറുത്തൊഴിക്കാനായിട്ട് ഒരു 5-6 കാഷ്യൂനട്ട് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലാണ്. നമ്മൾ കോക്കനട്ട് പൗഡർ കലക്കിയതാണിത്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ലൂസായിട്ടുള്ളതാണ് എടുക്കേണ്ടത്. അതിന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ കലക്കിയതുണ്ട്. ഇത് കൂടാതെ നമുക്ക് ലാസ്റ്റ് ഒഴിക്കാനായിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അര ഗ്ലാസ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ പൊടിയാണ് ഇടുന്നത്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. നമ്മൾ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഫുള്ളായിട്ട് എടുത്ത് വെക്കുക. നമ്മൾ ചിക്കൻ എല്ലോട് കൂടി മാത്രമല്ല മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഫുള്ളായിട്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്കൊരു 3/4 ടീസ്പൂൺ കുരുമുളക് ചതച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുക. നമ്മളിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. നമ്മുടെ സ്പൂൺ ചെറിയ സ്പൂണാണ്, അതുകൊണ്ടാണ് ഒരു ഫുള്ളായിട്ട് തോന്നുന്നത്. 1/2 ടീസ്പൂൺ അതിൻ്റെ അളവ് വരുന്നുള്ളൂ. ഇനി കൈ വെച്ച് നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുക്കറൊക്കെ അടച്ച് വെച്ച് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ പോകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കുക്കറിൻ്റെ 2 വിസിലൊക്കെ പോയി അതിൻ്റെ എയറൊക്കെ ഫുള്ള് പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് അത്യാവശ്യം ചിക്കൻ സ്റ്റോക്കും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാത്രം എടുത്ത് വെച്ച് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കീറിയ 2 പച്ചമുളക്, നേരത്തെ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ പച്ചമുളകാണ് എടുത്ത് വെച്ചിരുന്നത്. അതിൻ്റെ കൂടെ കീറിയ 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതിയാവും കേട്ടോ. ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്കൊരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇവിടെ 1/4 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇടുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സ്പൂണിൻ്റെ അളവ് ചെറുതാണ്, 1/4 ടീസ്പൂൺ അതിൻ്റെ അളവ് വരുന്നുള്ളൂ. അപ്പം നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തോളുക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ചിക്കൻ അതിലേക്ക് ആ സ്റ്റോക്കോട് കൂടി തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഫുള്ളായിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഒന്നും കൂടെ അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ ഓൾറെഡി വേവിച്ചതായതുകൊണ്ട് തന്നെ ഒരു 3 മിനിറ്റ് വെച്ചാൽ മതിയാവും. അപ്പം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് തുറന്ന് നോക്കാം. ഇതൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇപ്പം വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ നല്ലവണ്ണം യോജിപ്പിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല നമ്മൾ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ. ഇനിയിപ്പോൾ നമുക്ക് 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. തീ കൂട്ടിയിടേണ്ട കാര്യമില്ല. നമുക്ക് ആ ഒരു മീഡിയം ലെവലിൽ താഴെ തന്നെ ഇട്ടാൽ മതിയാവും. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ക്യാഷ് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തുറന്ന് വെച്ചാൽ നമുക്കൊരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറച്ച് കുറിയ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. നമ്മളിവിടെ 1/2 ഗ്ലാസ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ പൊടി ഇട്ടാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ സ്റ്റൂവിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമുക്കൊരു 2 മിനിറ്റൂടെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു പാത്രം ചൂടാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്ത് വെച്ച് നമുക്ക് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുള്ള ക്യാഷ്നട്ടും കൂടെ ഒരു 5-6 ഇട്ട് കൊടുക്കുക. ക്യാഷ്നട്ട് കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റൂവിൻ്റെ അടപ്പം തുറന്ന് നോക്കാം. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ അതിൻ്റെ മേലെ കൂടെ ഒന്ന് തൂക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ക്യാഷ്നട്ട് നെയ്യോട് കൂടി തന്നെ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഫൈനലായിട്ട് ഒരു 1 മിനിറ്റ് കൂടെ ഒന്ന് ജസ്റ്റ് നടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനെ തുറന്ന് നോക്കാം. ഇനി നമുക്ക് സ്പൂൺ എടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല തിക്ക് ഗ്രേവിയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ നല്ല അടിപൊളി സ്മെല്ലും വരുന്നുണ്ട്. നമ്മളിവിടെ ചേർക്കാത്തതെന്ന് പറഞ്ഞാൽ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് ക്യാരറ്റിൻ്റെ ടേസ്റ്റ് സ്റ്റൂവിൽ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതാണ് ക്യാരറ്റ് ചേർക്കാത്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ക്യാരറ്റും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് എന്താണെങ്കിലും ഇനി ഒന്ന് ടേസ്റ്റും കൂടെ ചെയ്ത് നോക്കിയാലോ. ഇതാ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഞാൻ ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. കൂടെ ഞാനൊരു അപ്പം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അപ്പം അല്ലെങ്കിൽ ബ്രെഡ് ഇല്ലാതെ എന്ത് ചിക്കൻ സ്റ്റൂ അല്ലേ. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അച്ചുവിൻ്റെ പ്രിപ്പറേഷനാണ്. സൂപ്പർ. ഭാര്യ ഉണ്ടാക്കിയാണ്ട് പറയില്ല കേട്ടോ, അടിപൊളി. ആ ക്യാഷ്യൊക്കെ അരച്ച് ചേർത്തതിൻ്റെ ആ ഒരു നല്ലൊരു നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെയൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ കുരുമുളകിൻ്റെ ഒക്കെ ചെറിയൊരു എരിവും, കുരുമുളകും പച്ചമുളകും ഇട്ടായിരുന്നു അതിൻ്റെ ചെറിയൊരു എരിവും, ഗരം മസാല ചെറിയൊരു ടേസ്റ്റ് എടുത്തെറിയാനായിട്ടുണ്ട്. ഒരുപാടല്ല, ചെറുതായിട്ട് എടുത്തെറിയാനായിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു മധുരവും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല രസമുണ്ട്. ചിക്കൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ചിക്കൻ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.